ആദ്യമായി പഴയ കാലങ്ങളിൽ മനുഷ്യൻ മരം മുറിക്കാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നൊരു വാൾ. കാലം പുരോഗമിച്ചു. ആളുകളെല്ലാം മിഷ്യൻ വാളിലേക്ക് കടന്നു. അടുത്തതായി മരം മുറിക്കുന്ന മിഷ്യൻ വാൾ. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പാസ് ചെയ്തു പോകുന്ന ഒരു ട്രെയിൻ. യുവാക്കളുടെ ഹരമായി മാറിയിരിക്കുന്ന ഒരു ബുള്ളറ്റ്. ഉദ്ഘാടന വേദികളിലും മറ്റ് വേദികളിലും കണ്ടുവരുന്ന ഒരു ബാൻഡ് സെറ്റ് മേളത്തിന്റെ ശബ്ദം കേട്ട് നോക്കാം. അടുത്തതായി നമുക്കൊരു മൃദംഗത്തിന്റെ ശബ്ദം കേട്ട് നോക്കാം. അടുത്തായി നമുക്ക് ഒരു ഹെലികോപ്റ്ററുടെ ശബ്ദം കേട്ട് നോക്കാം. അടുത്തായി നമുക്കൊരു പഴയകാല ഓട്ടോറിക്ഷയുടെ ശബ്ദം കേട്ട് നോക്കാം. അടുത്തിട്ട് നമുക്കൊരു കടൽ തിരമാലയുടെ ശബ്ദം കേട്ട് നോക്കാം. നമ്മൾ ഈ സർക്കസ് കൂടരങ്ങളിൽ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന സാധനമാണ് മരണക്കിണർ ബൈക്ക് അഭ്യാസം. നമുക്കൊരു മരണക്കിണർ ബൈക്ക് അഭ്യാസം കേട്ട് നോക്കാം. അടുത്തായിട്ട് നമുക്ക് കുറച്ച് വ്യക്തികളുടെ ശബ്ദം കേട്ട് നോക്കാം. അടുത്തായി നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിന്റെ ശബ്ദം കേട്ട് നോക്കാം. ഗവൺമെന്റ് അത് അതിൻ്റെ മുറയ്ക്ക് തന്നെ കാര്യങ്ങൾ നടത്തുന്നുണ്ട്. എന്നാ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ പത്രക്കാരാണ് ഇതിൻ്റെ തോന്നി വഴികളിൽ ഇങ്ങനെ അടിച്ച് വിടുന്നത്.
അടുത്തായിട്ട് നമുക്ക് വെള്ളാപ്പള്ളി നടേശൻ സാറിന്റെ ശബ്ദം ഒന്ന് കേട്ട് നോക്കാം. ഗുരുദേവ പറഞ്ഞിട്ടുണ്ട്, ഒരു ജാതി ഒരു ദൈവം ഒരു പേര്. എനിക്കറിയാൻ പറ്റാത്ത ഏതാണ് ആ ജാതി, ഏതാണ് ആ പദം, ഇത് ഏതായി ജാതി എന്ന് കണ്ടുപിടിക്കാൻ ആരും ചങ്കരാശ്ശേരി സുകുമാരാചാര്യ യോഗം അടുത്തായിട്ട് നമുക്ക് ചലച്ചിത്ര താരം ലാലുപടത്തിന്റെ ശബ്ദം കേട്ട് നോക്കാം. പേഴ്സണലായിട്ട് പറയുക, രാമൻകുട്ടിയാണൊരു പാവ. നിന്നെ കണ്ടാലും അറിയാം നീയും ആണൊരു പാവ. എടാ ജോണേ, നീ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നതാ. ആ എന്നാ പറട്ടാണ്. അടുത്തായിട്ട് ചലച്ചിത്ര താരം പൃഥ്വിരാജിന്റെ ശബ്ദം ഒന്ന് കേട്ട് നോക്കാം. ഇത് പൃഥ്വിരാജിന്റെ സിനിമയുടെ ഡയലോഗല്ല, പകരം ഓണമായാലും ക്രിസ്മസ് ആയാലും റംസാൻ ആയാലും കറക്റ്റ് സമയം പൃഥ്വിരാജ് ജനപ്രേക്ഷകർ മുന്നോട്ടെത്തും. എങ്ങനെയാണെന്നില്ലേ കാണാം. ഇപ്പം വാങ്ങുവാണെങ്കിൽ ഇരട്ടി വാങ്ങും. അപ്പൊ എങ്ങനെയാ പോരുന്നത്? കല്യാൺ സിക്സിലോട്ട് മംഗല്യ പട്ടിന് അതൊരു ചോയ്സ് അറിയാം. അപ്പൊ എങ്ങനെയാ പോരുമല്ലേ കല്യാൺ സിക്സിലോട്ട്. താങ്ക് യു.